എന്റെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് വളരെ ബിസിയാണ് കേട്ടോ. ഏകദേശം 3:30 ഞാൻ അടുക്കളയിൽ കയറിയാൽ ഒരു 5:30 വരെയുള്ള ആക്ടിവിറ്റി എനിക്ക് ഉണ്ടാവും. അതിനിടയ്ക്ക് ഒരു അരമണിക്കൂറൊക്കെ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 മണിക്കൂറൊക്കെ ബ്രേക്ക് ഒക്കെ കിട്ടും കേട്ടോ. എന്ന് പറയുമ്പോൾ എനിക്കൊരു 5 മണിക്ക് തുടങ്ങിയാൽ 6 മണിക്ക് തീരാവുന്ന പണിയാണുള്ളത്. അപ്പൊ ഇന്ന് വൈകുന്നേരം ചായക്കൊപ്പം ഞങ്ങൾ കുറച്ച് സ്വീറ്റ് പൊട്ടേറ്റോ പുഴുങ്ങിയതും ചമ്മന്തിയും കൂടെ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. സ്വീറ്റ് പൊട്ടേറ്റോന്റെ ഗുണങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കൊക്കെ പറ്റുമോ, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ അവരൊക്കെ കഴിക്കുക. അത്രയ്ക്കും നല്ല ഒന്നാണ് സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ കുക്കറിലിട്ടാണ് അത് വേവിക്കുന്നത്. അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചത്. സ്റ്റീം ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്, പക്ഷെ ഉപ്പൊക്കെ ഇട്ട് വേവിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ കൂടെ കഴിക്കാൻ കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. നമ്മുടെ കാന്താരി മുളക് ചമ്മന്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ആവശ്യത്തിനുള്ള കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ആദ്യം പച്ചമുളക് ഒന്ന് നന്നായി ക്രഷ് ചെയ്ത ശേഷം പിന്നെ ഉള്ളിയും പുളിയും ആവശ്യത്തിന് ഉപ്പും ഒരു 2 കറിവേപ്പില ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്, ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ സംഗതി അടിപൊളിയാണ് കേട്ടോ. ശരിക്കും നല്ല കോമ്പിനേഷനാണ്. ഈ കപ്പയുടെ ഒപ്പം അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടേറ്റോയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോ ഇതും കൂടെ ഉണ്ടാക്കി. തീർന്നില്ല, ചായ വെക്കണം. പക്ഷെ പാല് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ പശുവിന്റെ പാലാണ് വാങ്ങിക്കുന്നത്. വീട്ടിന് തൊട്ടടുത്തുള്ള വീട്ടിൽ പശുവുണ്ട്. അപ്പൊ അവരുടെ ഇന്ന് പശുവിന്റെ പാലാണ് വാങ്ങിക്കുന്നത്. അപ്പോ മിൽമ പാല് കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഈ പാല് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അത് വന്നിട്ടില്ല. അത് വന്നാലേ ചായ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു മുമ്പ് തന്നെ വൈകുന്നേരത്തേക്കുള്ള ഒരു ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി രാവിലെ ചീര കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉപ്പേരിയും കൂടെ വെക്കണം. കാരണം ഉച്ചയ്ക്ക് എല്ലാവരും പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഉപ്പേരികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പാൻ എടുത്തിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടു. ഈ ചമ്മന്തിക്കടുത്ത് കുറച്ച് ഉള്ളി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഉള്ളി ഇട്ടത്. അതല്ലെങ്കിൽ നേരിട്ട് അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും. ഒരു ഉരുളക്കിഴങ്ങ് ഇടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം അതിലോട്ട് വഴുതിനിങ്ങ, ഞങ്ങൾ ഇതിന് നാടൻകായ വഴുതിനിങ്ങ എന്നാണ് പറയുക കേട്ടോ, അല്ലെങ്കിൽ പച്ച വഴുതിനിങ്ങ. ഈ വഴുതിനിങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെക്കുക. അടി പിടിക്കാത്ത പാത്രമാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് അധികം ഉടയാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രേ വേണ്ടുള്ളൂ. കറി റെഡിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഇടാം, പറഞ്ഞേ ഉള്ളൂ. മുളക് പൊടിക്ക് പകരം നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ചുവന്ന മുളക് ഇടാം. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഏകദേശം അടച്ചു വെച്ചാൽ പരിപാടി ഓവർ. പാല് വന്നു, പാല് തിളപ്പിച്ചു. പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടേറ്റോയും ചമ്മന്തിയും കൂടെ നല്ല രുചിയായിരുന്നു കേട്ടോ.